ഹലോ. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഈ പിരിവിരാന്നിരിക്കുന്ന ഫ്രിസി ആയിട്ടുള്ള മാനേജ് ചെയ്യാൻ പറ്റാത്ത ഈ മുടി എങ്ങനെ നമുക്ക് ദേ ഇങ്ങനെ മാനേജബിൾ ആക്കി സിൽക്ക് ആൻഡ് സ്മൂത്ത് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അതിനുവേണ്ടി ഞാൻ എന്ത് ട്രീറ്റ്മെന്റ് ആണ് എടുത്തത് എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. എൻ്റെ മുടി ശരിക്കും ഞാൻ സ്മൂത്തനിങ് ചെയ്തതായിരുന്നു. അതിനുശേഷം എന്റെ ചുരുണ്ട മുടിയായിരുന്നു, പിന്നീട് അത് ഫ്രിസി ആവാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ആദ്യം നാട്ടിൽ വന്നപ്പോൾ തന്നെ ഒരു ഹെയർ സ്പാ നടത്തി. ആ ഹെയർ സ്പാ കഴിഞ്ഞപ്പോഴേക്കും എന്റെ മുടി ശരിക്കും കുറച്ചും കൂടെ ഈ കാണുന്ന പോലെ മാനേജബിൾ ആവാൻ തുടങ്ങി. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും എന്റെ മുടി തേണ്ടേ ഫ്രിസി ആവാൻ തുടങ്ങി. വീണ്ടും ബാക്ക് ടു ആ ഒരു എയർലി സ്റ്റേജ്. അങ്ങനെ കുറെ നേരം നിന്നപ്പം എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ എന്റെ മുടി വീണ്ടും മാനേജബിൾ ആവാതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഹെയർ സലൂണിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ആള് നമുക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് എന്റെ മുടി കൂടുതൽ ഫ്രിസി ആയതുകൊണ്ടും അതിന് കുറച്ചും കൂടെ പ്രോട്ടീൻ റിക്വയർമെന്റ് ഉണ്ട്, അതുകൊണ്ട് നാനോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ആണ് അവർ സജസ്റ്റ് ചെയ്തത്. ഏതായാലും നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അതുകൊണ്ട് ഞാൻ എന്നാ അത് ചെയ്യാന്ന് വെച്ചു. അവർ കുറേ നേരം മെനക്കെട്ടതിന് ശേഷം കുറേ സമയം എടുത്തു കേട്ടോ. കുറേ സമയത്തിന് ശേഷം ആ ഒരു ട്രീറ്റ്മെന്റിന്റെ എന്തോ ക്രീമൊക്കെ എൻ്റെ തലയിൽ കുറേ നേരം തേച്ച് വെച്ചു. അത് ഒരുപാട് പണിയെടുക്കുന്ന ഒരുപാട് സമയമെടുക്കുന്ന ഒരു പണിയാണ് ആക്ച്വലി. കുറേ നേരം എടുത്തു അവർക്ക് അതൊന്നു തലമുടിയിൽ അത് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്യാൻ. കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ജെറ്റ് ലാഗ് കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഉറക്കം വരാൻ തുടങ്ങി. എനിക്ക് ആക്ച്വലി നമ്മുടെ തലയിൽ ഇങ്ങനെ ആരെങ്കിലും തൊട്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ തലയിൽ ആരെങ്കിലും എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ റിലാക്സ് ആവും. അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് സാധാരണ ഇത്തിരിയൊക്കെ ഉറക്കം വരാറുള്ളതാണ്. പക്ഷെ ഇതിപ്പോൾ ജെറ്റ് ലാഗ് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഞാൻ കാര്യമായിട്ട് എൻ്റെ ഉറക്കം കൺട്രോൾ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ അവർ കുറേ നേരം പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വിധത്തിൽ നമ്മുടെ ഹെയർ ട്രീറ്റ്മെന്റ് തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പത്തെ ഹെയർ ക്യാപ്പ് ഒക്കെ വെച്ച് ഇനി 2 മണിക്കൂർ എങ്ങാണ്ട് എനിക്ക് വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് കുറച്ചു നേരം ഞാൻ ബോറടിച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു മുഖത്ത് എന്തെങ്കിലും പരിപാടി ചെയ്യാന്ന്. അങ്ങനെ ഒരു ക്ലീനപ്പ് ഒക്കെ ചെയ്ത് ചെറിയൊരു ഫേഷ്യലൊക്കെ ചെയ്ത് ഞാൻ ഇരിക്കുകയാണ്. എന്ത് എൻ്റെ മുഖത്ത് ചെയ്താലും എൻ്റെ മുഖം പെട്ടെന്ന് സെൻസിറ്റീവ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ക്ലീനപ്പ് ചെയ്തതിൻ്റെ ഒരു തടിപ്പും പാടുകളും ആ ഒരു വ്യത്യാസങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ മുടിയൊക്കെ ആ ഒരു ട്രീറ്റ്മെന്റിലുണ്ടായിരുന്ന ക്രീമൊക്കെ ഞാൻ കഴുകിക്കളഞ്ഞു. ഇപ്പം ഒരു ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് ഇനി ഇരിക്കുകയാണ്. അതിനുശേഷം അവർ വീണ്ടും ആ ഒരു ഹെയർ അയൺ ചെയ്യാൻ തുടങ്ങി. ഇനി ഇപ്പൊ അയൺ ചെയ്തതിന് ശേഷം അതും കുറെ സമയം എടുക്കും കേട്ടോ. അവർ കുറേ നേരം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഒരുപാട് ടൈം എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. ഏകദേശം ഒരു 6 മണിക്കൂറോളം എനിക്ക് എടുത്തു ഫുള്ളായിട്ട് എൻ്റെ ട്രീറ്റ്മെന്റ് കഴിയാൻ വേണ്ടി. നിങ്ങൾ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ഹെയർ ട്രീറ്റ്മെന്റ് പോവുകയാണെങ്കിൽ അത്രയും സമയം കണക്കാക്കി വേണം പോവാൻ. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഉള്ള ആളോട് നേരത്തെ തന്നെ വിളിച്ച് ചോദിച്ച് എത്ര സമയം എടുക്കുമെന്ന് അറിഞ്ഞിട്ട് അത്രയും സമയം മാറ്റി വെച്ചിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഹെയർ ട്രീറ്റ്മെന്റ് നന്നായിട്ട് അവർ ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് വരണം എന്നില്ല. എനിവേ അതൊക്കെ കഴിഞ്ഞ് അയണിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂറോടെ വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഹെയർ വാഷ് ചെയ്യണമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊരു 3-4 തവണ ഹെയർ വാഷ് ഇന്ന് നടത്തിയിട്ടുണ്ട്. ഏതായാലും കൊള്ളാം. അതിനുശേഷം ഞാൻ കുറേ നേരം ഇരുന്നതിന് ശേഷം അവർ വീണ്ടും മുടി ഇപ്പോൾ ഉണക്കാൻ തുടങ്ങി. മുടി ഉണക്കിയതിന് ശേഷം ഇനി അടുത്ത് വീണ്ടും നമ്മൾ ഈ മുടി നല്ല രീതിയിൽ ഒരു ബ്ലോ ഡ്രൈ ചെയ്ത പോലെ എടുക്കും. അത്രയേ ഉള്ളൂ പരിപാടി. ഈ ട്രീറ്റ്മെന്റിന് ഏകദേശം നമുക്ക് ഒരു 10,000 അല്ലെങ്കിൽ 6,000 to 10,000 വരെയൊക്കെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. നമ്മുടെ ഹെയറിന്റെ തിക്നെസ്സും നീളവും ഒക്കെ അനുസരിച്ചാട്ടോ ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. ഇതേ നോക്കിക്കേ, എൻ്റെ ആ ഒട്ടും മാനേജബിൾ അല്ലാത്ത മുടി ഇപ്പൊ എത്ര നല്ല രീതിയിൽ എന്താ പറയാ സ്മൂത്ത് ആൻഡ് സിൽക്കായി നല്ല രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു രീതിയിൽ എൻ്റെ മുടി കിടക്കുന്നത്. കുറച്ച് നാളായിട്ട് ഞാൻ ആ ഫ്രിസി ആയിട്ടുള്ള മുടി എങ്ങനെ ഒതുക്കി വെക്കാം എന്നൊക്കെ ഞാൻ ഭയങ്കര ട്രൈ ചെയ്യും അടുത്തായിരുന്നു. ഒരുപാട് കേർലി ഹെയർ മെത്തേഡൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ എനിക്കതൊന്നും വർക്കാവുന്നില്ല. അത്ര ഒരുപാട് ടൈം എടുത്ത് ഹെയറിന് വേണ്ടി ഒരുപാട് ടൈം എടുത്ത് എന്തെങ്കിലും ചെയ്യാൻ അത്രയ്ക്കുള്ള ക്ഷമയുള്ള ഒരാളല്ല.
സോ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള പെർമനന്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിടാനാണ് കൂടുതൽ ഇഷ്ടം. ഏതായാലും എനിക്ക് ഈ ഒരു ഹെയറിന്റെ ഒരു സ്ട്രക്ചർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സോ ഈ ഒരു ഹെയർ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മുടിയിൽ എണ്ണ തേക്കുമ്പം നിങ്ങൾ സ്കാൽപ്പിൽ മാത്രം എണ്ണ തേച്ചാൽ മതിയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഒക്കെ ഇവർ പറഞ്ഞു തരും, അത് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. സോ എല്ലാ ട്രീറ്റ്മെന്റിനും അതിൻ്റെതായ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും ആഫ്റ്റർ കെയറിന് വേണ്ടിയിട്ടുള്ളത്. അത് ചോദിച്ച് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഈ വ്ലോഗ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.